ഹായ് വെൽക്കം. നമുക്ക് ഓഡൂയിൽ ഇൻവെൻറ്ററിയിൽ അതായത് ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വിൽപ്പന നടത്താൻ വേണ്ടി സ്റ്റോക്ക് ഉണ്ടാവണമല്ലോ, പ്രൊഡക്ട്സ് ഉണ്ടാവണം. അപ്പം ഒരു പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോയ്സ് അടിക്കുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇൻവെൻറ്ററി പോവാം, പ്രൊഡക്ട്സ് എടുത്തു കളഞ്ഞ് നോക്കിയാൽ 2 പ്രൊഡക്റ്റ് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാംസങ് ടെലിവിഷൻ, സോണി ടെലിവിഷൻ. നമ്മൾക്ക് എൽ ജി പിന്നെ എന്താണ് സാംസങ്, ഇങ്ങനെ 2-3 32 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ലിസ്റ്റ് വ്യൂ നോക്കാം. സെയിൽസ് പ്രൈസ്, കോസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. തൽക്കാലം ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 32 ഇഞ്ച് ടെലിവിഷൻ ക്യാൻ ബി സോൾഡ്, ക്യാൻ ബി പർച്ചേസ്ഡ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ടാബും എന്താണ് എന്ന് നോക്കാം. നമ്മൾ പോകേണ്ടത് ഇൻവെൻറ്ററിയിലേക്ക് പോവാം. ഇൻവെൻറ്ററി പോകാം, പ്രോഡക്ട്സ് പോവാം, പ്രോഡക്ട്സ് ആഡ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഇനി നമ്മൾ ടി വിക്ക് പകരം നമ്മൾ വേറൊരു പുതിയ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ടി വി അല്ല, നമ്മൾ ഒരു വോക്കം സ്പെല്ലിങ് C2 ഉണ്ടോ അറിയില്ല, 2 ഉണ്ട്. ഓക്കെ, എന്തും കാട്ടെ, സ്പെല്ലിങ് ഇവിടെ പ്രാധാന്യമില്ല, അത് നോക്കിയിട്ടിരിക്കുക. ഓക്കെ, ഇവരൊക്കെ വോക്കം ക്ലീനർ എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആണോ? അടുത്ത ചോദ്യമാണ് കൺസ്യൂമബിൾ സർവീസ് സ്റ്റോറബിൾ പ്രൊഡക്റ്റ്. നമ്മളിത് സ്റ്റോക്ക് ചെയ്ത് വിൽക്കുന്ന സാധനം, അപ്പോൾ സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പയറിംഗ് സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ടെലിവിഷൻ റിപ്പയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ല് ചെയ്യാം, അതിനാണ് സർവീസ്. കൺസ്യൂമബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണക്കായിട്ട്, അതായത് പിന്നെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. നമ്മൾക്ക് നമ്മളെ കൺസ്യൂമബിൾ ഐറ്റം കൂടി, അതായത് ഈവൻ സ്റ്റേഷനറി അടക്കം മാനേജ് ചെയ്യാം, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്റ്റേഷനറി അടക്കം മാനേജ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആണ്, അതായത് സ്റ്റോർ ചെയ്ത് വിൽക്കുന്ന സാധനമാണ്. ഓക്കെ, ഇത് പിന്നെ ഇൻവോയ്സിങ് പോളിസി. ഇത് എങ്ങനെയാണ് ഇൻവോയ്സ് ചെയ്യുന്നത്? വിൽപ്പനയ്ക്ക് ഇൻവോയ്സ് ചെയ്തത് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിൻ്റെ ബേസ് ആണോ, ഡെലിവർ ചെയ്യുന്ന ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ രണ്ടും ആകാം. ജസ്റ്റ് ഓർഡർ കിട്ടിയാൽ തന്നെ നമുക്ക് ഇൻവോയ്സ് അടിക്കാൻ പറ്റും. ഡെലിവേർഡ് ആണെങ്കിൽ ഡെലിവർ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ വെയർ ഹൗസ് ഔട്ട് അടിച്ചാൽ മാത്രം. ഓക്കെ, നമ്മൾ ഡെലിവേർഡ് കാണിച്ചിട്ടുണ്ട്. സെയിൽ പ്രൈസ് ഞാൻ വെറുതെ അടിക്കുന്നത്, ഇത് എവിടെയും ബാധിക്കുന്നില്ല. നമ്മൾ ഇൻവോയ്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, നമ്മൾ എവിടെയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണെന്ന് ബുക്ക് എടുത്ത് വരുത്തിയിട്ട് വിൽപ്പന റേറ്റ് എത്രയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ടാക്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, 5% ഉണ്ട്, ഓൾറെഡി അടക്കണമെന്നോട്ടെ. ഇനി കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം 6000 രൂപയാണ് ഇത് കോസ്റ്റ് എന്നെങ്കിൽ അത് നമ്മളെ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് മെത്തേഡ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. ഇപ്പം അത് ബ്ലാങ്ക് ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടെ പ്രോഡക്റ്റ് കാറ്റഗറീസ്, ഇവിടെ ഓൾ കാറ്റഗറി ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇതിനെ ഇലക്ട്രോണിക് ഐറ്റംസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുക, ഇലക്ട്രോണിക്സിലേക്ക് ആഡ് ചെയ്ത്. ഇനി ഇന്റേണൽ റെഫറൻസ്, ഇത് പ്രൊഡക്റ്റ് ഐഡിയ, പ്രൊഡക്റ്റ് കോഡ്. നമ്മൾ ഇൻവോയ്സ് ചെയ്യുമ്പോൾ നമുക്ക് വോക്കം ക്ലിയറൊന്നും അടിക്കാൻ കഴിയില്ല. നമ്മൾ എന്താണ്, ഫോർ എക്സാമ്പിൾ EUR വോക്കം ക്ലിയറിൻ്റെ വോക്ക് 001 എന്നടിച്ചാൽ നമ്മൾക്ക് വരണം ഈ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മൾ റെഫർ ചെയ്യുന്ന പ്രോഡക്റ്റ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കോഡാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇന്റേണൽ റെഫറൻസ് എന്ന് പറയുന്നത്. ബാർകോഡ് വേണമെങ്കിൽ ബാർകോഡ് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മുടെ എന്താണ് സ്കാനിങ് മെഷീൻ വെച്ച് ചെയ്യുന്നെങ്കിൽ ആ ബാർകോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. HSN കോഡും മറ്റുള്ള കോഡ് ഒക്കെ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വെക്കാം. പിന്നെ വാക്കം ക്ലിയർ നമുക്ക് സെർച്ച് ഓപ്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇന്റേണൽ നോട്ട്സ് നമ്മൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സെയിൽസ് എന്ന് പറയുന്നത്, ഇത് ഓപ്ഷൻ പ്രൊഡക്ട്സ്. ഈ ഓപ്ഷൻ പ്രൊഡക്ട്സ് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇവരൊക്കെ വോക്കങ്ങളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഉണ്ടാവുമല്ലോ, അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വെബ് ആപ്പൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ ഓഡൂലിൻ്റെ വെബ് ആപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വെബൊക്കെ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്, അത് ഇ-കോമേഴ്സ് ഉണ്ടെങ്കിൽ, ഓഡൂൻ്റെ ഇ-കോമേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ യുറക്ക വോക്കം ക്ലീനർ സെർച്ച് ചെയ്തിട്ട് വാങ്ങാൻ നോക്കുമ്പോൾ താഴെ റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉള്ള പോലെ മറ്റ് പ്രൊഡക്റ്റ് കാണിക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഈ പ്രൊഡക്റ്റ് കാണിക്കും.
ഇതുമായിട്ട് സമാനമായ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ഇവിടെ പഠിക്കേണ്ടത്? ബില്ലടിക്കുമ്പോൾ ബില്ലിൽ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ വരേണ്ട സാധനമാണിത്. ഓക്കെ, ഇവിടെയൊക്കെ വാക്കം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സെയിൽസ് ഡിസ്ക്രിപ്ഷൻ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അത് ആവശ്യമില്ല. ഇനി സെയിൽസ് പർച്ചേസ്, ഇത് പ്രിഫേർഡ്, ഇതിൻ്റെ സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവരെ കസ്റ്റമർ നെയിം ഇവിടെ സെലക്ട് ചെയ്യാം, പൈസ ഒക്കെ സെലക്ട് ചെയ്യാം, പ്രൈസ് ഒക്കെ ഇവിടെ ആവശ്യമില്ല. ഇവിടെയുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിനെ വെച്ചിട്ടാണോ പർച്ചേസ് എൻ്റർ ചെയ്യുന്നത്, അല്ല റിസീവ്ഡ് ആണോ, റിസീവ്ഡ് എന്ന് അടിച്ചിട്ട്. ഓക്കെ, ഞാൻ പർച്ചേസ് ഡിസ്ക്രിപ്ഷൻ, അത് സെയിം ഡിസ്ക്രിപ്ഷൻ അടിച്ചത്. അതായത് നമ്മൾ പർച്ചേസ് ബില്ല് അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് പല മോഡൽ സാധനങ്ങൾ ഉണ്ടാവും. കൃത്യമായ മോഡൽ നമ്പറൊക്കെ അടിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് സാധനമാണ് വന്നത് എന്ന് മാറിപ്പോകരുത് അടിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വാക്കങ്ങളിൽ തന്നെ 10 മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന മോഡൽ നമ്മൾ മാറിയാൽ ഇൻവെൻട്രി മാനേജ് ആവില്ല, ക്ലിയർ ആവില്ല. ഒന്ന് ഷോർട്ടും ഒന്ന് എക്സസും വരും. അതുകൊണ്ട് കൃത്യമായി അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷനാണ്. ഇനി ഇൻവെൻട്രിയിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇതിലുണ്ട്. വൈറ്റ്, വോളിയം, കസ്റ്റമർ ടൈം, ഇങ്ങനെ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഇതാ, ഡെലിവറി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക, അതാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അക്കൗണ്ടിങ് ടാബിൽ ഇൻകം അക്കൗണ്ട്, ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ ഇത് എടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ സെയിൽസ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അതായത് ലോക്കൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും തൽക്കാലം. ഇപ്പോൾ ഇവിടെ അത് നമ്മൾക്ക് ഏത് തരത്തിലാണ് റിപ്പോർട്ട് വേണ്ടത്. ഉദാഹരണത്തിന് സെയിൽസ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, പിന്നെ സെയിൽസ് കൊടുക്കാനുള്ളൂ. ചില കമ്പനികളിൽ ലോക്കൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, എക്സ്പോർട്ട് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ പിന്നെ വാക്കിംഗ് കസ്റ്റമർ സെയിൽസ് വേറെ ഉണ്ടാവും, ക്യാഷ് സെയിൽസ്, ഇങ്ങനെ ഒരുപാട് തരം സെയിൽസ് അക്കൗണ്ട് വെക്കാം. മെയിൻ സെയിൽസ് അക്കൗണ്ടിൽ എൻ്റെ അനുബന്ധമായിട്ട് അതൊക്കെ സെയിൽസ് ആണ്. അതല്ലെങ്കിൽ ഇലക്ട്രോണിക് സെയിൽസ്, സ്റ്റേഷനറി സെയിൽസ്, പിന്നെ എക്വിപ്മെൻറ്റ് സെയിൽസ്, സ്പെയർ പാർട്ട് സെയിൽസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സെയിൽസ് അക്കൗണ്ട് മാനേജ് ചെയ്യുക. കാരണം ഓരോന്നിലും എത്ര സെയിൽ നടന്നിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ലോക്കൽ സെയിൽസ് നോക്കൂ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏതിലാണ് കൃത്യമായിട്ട് റിപ്പോർട്ട് പോകേണ്ടതെന്ന് ആ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് എക്സ്പെൻസ്, ഓക്കെ, ഇത് പേബിൾസ് പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോകുന്നു. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ കൊടുത്തു. അതും റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് നമുക്ക് ഏത് തരം റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പോകേണ്ടത്, ക്രിയേറ്റ് അടിക്കുന്നു. ഇനി ഈ പ്രൊഡക്റ്റിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ 3 പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾക്ക് ലിസ്റ്റ് ആയിട്ട്. അപ്പോൾ 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഇവരൊക്കെ വാക്വം ക്ലീനർ വന്നിട്ടുണ്ട്, നേരത്തെ ഉണ്ടായ 2 ടെലിവിഷൻ. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഈ 32 ഇഞ്ച് ടെലിവിഷൻ എന്ന് പറയുന്ന ഈ സാധനം, സോണി ഉണ്ട്, സാംസങ് ഉണ്ട്, നമുക്കൊരു LG കൂടെ കൊടുക്കണം. നമ്മൾ ഇത് മുഴുവൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോഡൊക്കെ മാറും, കോഡ് ഓരോന്നിനും വേറെ ആയിരിക്കും. നമ്മൾ ആക്ഷൻസിൽ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാം. അപ്പം നമ്മൾ ബാക്കിയൊന്നും ടൈപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇവിടെ കോപ്പി ആയി വന്നു. ഇനി ഇത് LG ആക്കുന്നു, ഞാൻ LGൻ്റെ ടെലിവിഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് LG ആക്കുന്നു. ഇനി ഇവിടെ കോഡ് മാറിയിട്ടുണ്ട്, 32 ഇഞ്ച് LG. ഇതൊക്കെ ഒരു എന്താണ് ലോജിക്കലി കൊടുക്കേണ്ടതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡാണ്, ഇതൊന്നും ഇവിടെ നിന്ന് വരുന്ന കോഡല്ല. നമുക്ക് സെയിൽസ് നോക്കാം. സെയിൽസിൽ എന്താണ് LG എന്നാക്കേണ്ടതുണ്ട്, അവിടെയൊക്കെ സോണി എന്നാണല്ലോ ഉള്ളത്, നമ്മൾ സോണീൻ്റെ അടുത്തിട്ടാണ് ചെയ്യുന്നത്. പർച്ചേസിൽ LG കൊടുത്തു. ഇൻവെൻട്രിയിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇത് മാറ്റം വരുന്നുണ്ടെങ്കിൽ അതും കൂടെ മാറ്റം. കാരണം ഓരോ അക്കൗണ്ടിനും മാറ്റം വരാം, ഇതിലുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. ഇനി ക്രിയേറ്റ് അടിച്ചാൽ 4 3 നോക്കാം, 4 പ്രൊഡക്റ്റ്. ഇപ്പം LG, സാംസങ്, സോണി, ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പം LG ആണ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം LGൻ്റെ സെയിൽ ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകണം. LGൻ്റെ സെയിൽ 32 ഇഞ്ച് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേറ്റർ വെണ്ടർ ആരിൽ നിന്നാണ്, ഞാനിപ്പം വെറുതെ ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് വെണ്ടറാണ് ചൂസ് ചെയ്യേണ്ടത്, ഞാൻ കാണാൻ വേണ്ടി മാത്രം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. LG ടെലിവിഷനിൽ നമ്മൾ പർച്ചേസ് ഡിസ്ക്രിപ്ഷനിൽ എന്താണോ എഴുതിയത് ആ വേർഡാണ് ഇവിടെ വരിക, പർച്ചേസ് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, ഇനി നമ്മൾക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെൻട്രിയിൽ പ്രൊഡക്റ്റ് പോയി നമ്മൾ LG ടെലിവിഷന്
LG ടെലിവിഷൻ നമ്മൾ സെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ സെയിൽസ് ഡിസ്ക്രിപ്ഷനും പർച്ചേസിൽ പർച്ചേസ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളൊരു പർച്ചേസ് അടിക്കുകയാണ് LGൻ്റെ. ഇതിവിടെ നമ്മളിപ്പോൾ അടിച്ചു വെച്ചതുകൊണ്ട് വന്നതാണ്. ഓക്കെ, നമ്മളിത് റിമൂവ് ചെയ്യുന്നു, ഈ ലൈൻ റിമൂവ് ചെയ്യുന്നു. ഇനി ഒന്നും കൂടി LG ടെലിവിഷൻ എടുക്കും. ഉണ്ടോ, പർച്ചേസ് ഡിസ്ക്രിപ്ഷനിൽ വന്നു. ഓക്കെ, അവിടെ അങ്ങനെ വന്നു, നമ്മളവിടെ കൊടുത്തത്. അതായത് എന്താണ് ഇവിടെ വേണ്ടത്, എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് ചെയ്തിട്ടുള്ളത്, എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിവിടെ MouseTrack തന്നെ ആയിക്കോട്ടെ, എന്തിനാട്ടെ. LGയിൽ സെയിൽ അടിച്ചു കഴിഞ്ഞാൽ സെയിൽ ഡിസ്ക്രിപ്ഷൻ സെയിൽസിന് വന്നു. ഈ രീതിയിൽ റിപ്പോർട്ടിൽ നമ്മൾ സെയിൽസിനും പർച്ചേസിനും നമുക്ക്, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് നമ്മുടെ കോഡ് ഇവിടെ നമ്മൾ കോഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ കോഡൊന്നും കണ്ടാൽ ആർക്കറിയില്ല, കസ്റ്റമർക്ക് ഈ കോഡ് അറിയണമെന്നില്ല. ഓക്കെ, പക്ഷെ ഇവിടെയാണ് കസ്റ്റമർക്ക് അറിയുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് എന്താണ് മനസ്സിലാകുന്നത്, വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ അവിടെ അടിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.